പത്തരമാറ്റ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആശുപത്രി കിടക്കയിലായിരുന്ന ദേവയാനിയെ സന്ദർശിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അനാമികയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്. ദേവയാനിക്ക് രക്തം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ട് അത് കൊടുക്കാതെ അവിടെ ഒന്നും തടിതപ്പിയിട്ട് ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും നിർബന്ധപ്രകാരം ആശുപത്രിയിലേക്ക് വന്ന് ദേവയാനിയോട് വലിയമ്മയ്ക്ക് രക്തം നൽകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുകയും നയനയ്ക്കെതിരായി വീണ്ടും ദേവയാനി ആക്രമണം അഴിച്ചുവിടേണ്ടതിന് അവരെ ചൊടിപ്പിക്കുകയും അനിയെയും നന്ദുവിനെയും പുറത്തു വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ അനാമിക ദേവയാനിയോട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ വരുന്ന വഴിയിലാണ് നയനെയും ആദർശിനെയും താൻ കാണുന്നത്. ഉടൻ തന്നെ അനാമികയുടെ കോപം അണ പൊട്ടി അങ്ങോട്ട് ഒഴുകുവാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ അരികിലേക്ക് ചെന്നിട്ട് നയനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കളികളെല്ലാം ഇവിടെ നടത്തിയിരുന്നതല്ലേ? കൃത്യസമയമായപ്പോൾ അനിയെ ഇവിടെ നിർത്തിയിട്ട് തന്ത്രപരമായി നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞുകൊടുത്തു. നന്ദുവുമായിട്ട് അവന് അഴിഞ്ഞാടുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അല്ലേ? ഞാനെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് കയറി വന്നത്. നിങ്ങൾ ഒറ്റയൊരുത്തിയാണ് ഇതെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ഇത് നയനയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നയനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. നയന ചോദിക്കുകയാണ്, അനാമിക എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കങ്ങനെ നന്ദുവിനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് അനിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ മുന്നമേ ഈ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് വരികയില്ലായിരുന്നു. അനാമിക നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഈ സമയത്ത് നന്ദു കണ്ടേനെ. അതെ, അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഇതെനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക, ഇത് തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള വഴികളൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നാണമില്ലല്ലോ നിങ്ങൾക്ക്? ഇത് കേട്ടുകൊണ്ട് ആദർശ്, അനാമികയെ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നീ നിന്റെ അമ്മയോടും എൻ്റെ അമ്മയോടുമൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞ് അവരെ ആവശ്യമില്ലാതെ എരിവ് കയറ്റുന്നത് പോലെ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കെതിരായി സംസാരിച്ചാൽ എൻ്റെ വായിൽ നിന്ന് നീ കേൾക്കും. ഞാനിപ്പോൾ മാലയിട്ട് വ്രതം നോക്കുന്നത് കൊണ്ട് മാത്രമാണ് കൂടുതലൊന്നും ഞാൻ സംസാരിക്കാതിരിക്കുന്നത്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ആശുപത്രി കിടക്കയിലായിരിക്കുന്ന എൻ്റെ അമ്മയെ പിന്നെയും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാൻ വേണ്ടിയല്ലേ? അതുകൊണ്ട് തൽക്കാലം നീ പോകാൻ നോക്ക്, അതാണ് നിനക്ക് നല്ലത്. എനിക്കറിയാം ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന്. ആദർശേട്ടൻ്റെ ഭാര്യയുടെ തന്ത്രങ്ങൾക്കകത്ത് വീണ് കിടക്കുകയാണ്. അതൊന്നും മനസ്സിലാക്കുവാനുള്ള കഴിവ് ആദർശേട്ടനില്ല. ആദർശേട്ടനും ഭാര്യയുടെ അനിയത്തിയെ കൊണ്ട് അനിയെ വിവാഹം കഴിപ്പിക്കുവാനായിരുന്നു താല്പര്യം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ അമ്മായിയമ്മയും ആദർശേട്ടൻ്റെ അമ്മയുമൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതുകൊണ്ട് ആ മോഹം നടന്നില്ല. ഒടുവിൽ അതിൻ്റെ എല്ലാം കൂടി ദേഷ്യം നിങ്ങൾ എൻ്റെ മേൽ തീർക്കാൻ ശ്രമിക്കുകയാണോ? പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഈ അനാമിക നിങ്ങളുടെയൊക്കെ താളത്തിനൊരിക്കലും തുള്ളില്ല. ഒരു തുള്ളി പോലും ഞാൻ വിട്ടുതരികയുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആശുപത്രിയുടെ ഇടനാഴിയിൽ കൂടി വേഗത്തിൽ അനാമിക ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. ഇത് കണ്ടിട്ട് നയന പറയുകയാണ്, ഹോ, എന്തൊരു അഹങ്കാരമാണ് ഈ കുട്ടിക്ക്. ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ അനിയുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാകുമല്ലോ ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയുകയാണ്, അതെ അതെ, അത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. ഒരുപാട് നന്മകളുള്ള ഒരു പയ്യനാണ് അനി. എന്നാൽ നമ്മുടെ വീട്ടിൽ യാതൊരു ഗുണവുമില്ലാത്ത മറ്റൊരാളുണ്ട്. അത് അബിയാണ്. എല്ലാം കൊണ്ടും അബിക്ക് ചേരുന്നൊരു പെൺകുട്ടി അനാമിക തന്നെയാണ്. പക്ഷെ എന്തു ചെയ്യാനാ? അനിയുടെ വിധി ഇതായിപ്പോയി. അനുഭവിക്കുക, അല്ലാതെ എന്തു പറയാനാ? ഇനി എത്ര നാൾ ഈ ബന്ധം ഇങ്ങനെ മുമ്പോട്ട് പോകും എന്ന് പോലും എനിക്കറിയില്ല. ഇത് കേട്ടിട്ട് ഉടനെ നയന പറയുകയാണ്, ആദർശേട്ട അങ്ങനെയൊന്നും പറയല്ലേ. അവരുടെ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാവുകയും അവർ സ്നേഹത്തോടെ മുമ്പോട്ട് പോവുകയും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. ഏതെങ്കിലും ഒരു കാലത്ത് അനാമികയ്ക്ക് തിരിച്ചറിവുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വീണ്ടും കാണിക്കുന്നത് അനാമികയെ തന്നെയാണ്. അനാമികയെ ആശുപത്രിയിൽ നിന്ന് നേരെ അനന്തപുരിയിലേക്കാണ് പോകുന്നത്. തൻ്റെ ഉള്ളിലുള്ള കയ്പും വിദ്വേഷവും പകയും എല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അനാമിക ചാടിത്തുള്ളി അനന്തപുരിയുടെ പടി കയറി ചെല്ലുന്നത്. താൻ ചെന്നത് തന്നെ തൻ്റെ അമ്മായിയമ്മ ജാനകിയുടെ മുൻപിലേക്കാണ്. ജാനകിയെ കണ്ടപാടെ അനാമിക പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്, അമ്മേ, ഞാൻ ഈ തറവാട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതാണോ? അല്ലല്ലോ. ഒരർഹതയും ഇല്ലാത്ത ഇടത്ത് ഞാൻ വളഞ്ഞ വഴിയിൽ കൂടി എത്തിച്ചേർന്നതുമല്ലല്ലോ. മാന്യമായ രീതിയിൽ ശരീരം മുഴുവനും സ്വർണം നിറച്ചുകൊണ്ടാണ് ഈ പടി ഞാൻ ചവിട്ടി ഇവിടേക്ക് കയറി വന്നത്. പക്ഷേ അതിൻ്റെ ഒരു ബഹുമാനം ഈ വീട്ടിൽ നിന്നും എനിക്കിതുവരെയും ലഭിച്ചിട്ടില്ല. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, മോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്നത്? മോൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അമ്മ എത്രമാത്രം ദുഃഖിച്ചു എന്ന് മോൾക്കറിയുമോ? അനിയോട് ഞാൻ പലയാവർത്തി പറഞ്ഞു മോളെ പോയി കൂട്ടിക്കൊണ്ടുവരുവാൻ. അതെയോ? എന്നിട്ട് എന്നെ കൂട്ടാൻ അവൻ വന്നില്ലല്ലോ. ഞാൻ മടങ്ങി വരണം എന്ന് ഒന്ന് വിളിച്ചു പറയാൻ പോലും അവൻ തയ്യാറായില്ല. അവൻ അങ്ങനെ പറയില്ല. കാരണം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനല്ല, അവളാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അമ്മയ്ക്കറിയുമോ അതിനെക്കുറിച്ച് എന്തെങ്കിലും?
ആഹാ, മോൾ ആശുപത്രിയിൽ പോയിരുന്നോ? എന്നിട്ട് അവിടെ എന്തുണ്ട് വിശേഷങ്ങൾ? വലിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വലിയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമായി വരുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് എൻ്റെ ഹൃദയം തകർക്കുന്ന മറ്റൊരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. ആദർശേട്ടനും നയനയും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയ തക്കത്തിന് ആ നന്ദുവിനെ ആശുപത്രിയിലേക്ക് അനി വിളിച്ചു. അവൾ ഉടൻ തന്നെ അവിടെ എത്തി. ഭാഗ്യത്തിന് ആ സമയത്ത് ദൈവം എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇരുവരും കൂടി വലിയ സല്ലാപം നടത്തുന്നതാണ്. ആ സമയത്ത് ഞാൻ ചെന്നതിന് അമ്മയുടെ മോൻ ആശുപത്രിയിൽ മറ്റുള്ള എല്ലാ ആൾക്കാരും കേൾക്കും എന്ന് പോലും ചിന്തിക്കാതെ എന്നെ കണ്ടമാനം അവഹേളിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു. അവിടെ നടന്ന ബഹളം കേട്ടുകൊണ്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പോലും ഇറങ്ങി വന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അനിയെ താക്കീത് ചെയ്തു. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അവഹേളിക്കുകയും നാണം കെടുത്തുകയും ഒക്കെ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണമ്മേ അമ്മയുടെ മോനോട് ചെയ്തത്? ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ കൂടപ്പിറപ്പുകളായും എൻ്റെ മാതാപിതാക്കളായും ഒക്കെയാണ് ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കണ്ടത്. ഈ വീട്ടിലുള്ള എല്ലാവരെയും ഇത്രയധികം ഇഷ്ടമുണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതൊരു കൂട്ടുകുടുംബമായതുകൊണ്ടും ഇവിടെയുള്ള ആൾക്കാർ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ടുമൊക്കെയാണ്. അങ്ങനെ ഈ കുടുംബത്തെ സ്നേഹിച്ച എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അമ്മയ്ക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാനിപ്പോൾ ഈ വീട്ടിൽ ആരുമല്ലാത്തവളായി മാറുകയാണ്. ഇത്രയുമൊക്കെ കേട്ടപ്പോഴേക്കും ജാനകിയുടെ നിയന്ത്രണം അങ്ങ് നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ജാനകി പറയുകയാണ്, ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഇവിടുത്തെ ചേട്ടത്തിയുടെയും അനിയത്തിയുടെയും തന്ത്രങ്ങൾ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അവളെ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുവാനുള്ള തന്ത്രം. അപ്പോൾ അനാമിക വീണ്ടും പറയുകയാണ്, അത് തന്നെയാണ് അമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ്. ചേട്ടത്തിയും അനിയത്തിയും കൂടി മാക്സിമം പരിശ്രമിക്കുകയാണ് എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അവളെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നവ്യ ആ വഴി വരികയാണ്. നവ്യയെ കണ്ടുകൊണ്ട് അനാമിക പറയുകയാണ്, ആഹാ, എത്തിയല്ലോ അവൾ. ഇപ്പോൾ എല്ലാം അവൾ അറിഞ്ഞു കാണും. പക്ഷേ നവ്യയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നവ്യ ചോദിക്കുകയാണ്, അല്ല അനാമിക എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അനാമിക ഇവിടുന്ന് വലിയ ദേഷ്യത്തോടു കൂടി തുള്ളിച്ചാടി ഇറങ്ങിപ്പോയതല്ലേ, ഇവിടുത്തെ താമസമൊക്കെ മതിയാക്കിയിട്ട്. പിന്നെ എന്താണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇപ്പോൾ വന്നു കയറിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് കേട്ടിട്ട് ജാനകി മറുപടി പറയുകയാണ്, ഓഹോ, അപ്പോൾ എൻ്റെ മരുമകളെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞ് മുത്തശ്ശന്റെ ചെവിയിൽ ഏഷണിയും ഊതിക്കൊടുത്ത് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു അല്ലേടി? അതുകൊണ്ടല്ലേ എൻ്റെ മരുമകളെ മുത്തശ്ശൻ കുറ്റപ്പെടുത്തിയതും മോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ മുത്തശ്ശൻ എതിർത്തൊരു വാക്കുപോലും പറയാതെ അത് നോക്കി നിന്നതുമൊക്കെ? അപ്പോൾ നവ്യ പറയുകയാണ്, ഞാൻ ആരുടെ മുമ്പിലും ആരെക്കുറിച്ചും ഒരേഷണിയും പറഞ്ഞു കൊടുത്ത ആവശ്യമില്ലാത്ത ഒരു പ്രശ്നവും ഉണ്ടാക്കുവാൻ താല്പര്യമുള്ള ആളല്ല. പിന്നെ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കവണ്ണമുള്ള ഫലങ്ങൾ അവരൊക്കെ അനുഭവിക്കും. ചെയ്തു കൂട്ടുന്നതൊക്കെ ദൈവം ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ദൈവം കൃത്യസമയത്ത് അതിനുള്ള ശിക്ഷകളൊക്കെ ഓരോരുത്തർക്കും കൊടുക്കും, തീർച്ചയാണ്. ഇത് കേട്ടപ്പോഴേക്കും ജാനകി നവ്യയ്ക്ക് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട്, നിർത്തടി, നീ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ദാരിദ്ര്യവാസി കുടുംബത്തിൽ നിന്നും വളഞ്ഞ വഴിയിൽ കൂടി ഈ വീട്ടിൽ കയറി വന്നിട്ട് ഈ വീട്ടിലെ എല്ലാം തിന്നു കൊഴുത്തൊടുവിൽ ഞങ്ങൾക്കെതിരെ നീ പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കുകയാണ് അല്ലേടി? ഇത് കേട്ടപ്പോൾ നവ്യ കൃത്യമായിട്ട് മറുപടി പറയുകയാണ്, ചെറിയമേതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഞാനതങ്ങ് വിട്ടുകളഞ്ഞേക്കാം. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ അതെനിക്കങ്ങനെ വിടാൻ പറ്റില്ല. അതിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും. അതൊക്കെ പിന്നെ കേൾക്കുന്നവർക്ക് വലിയ സങ്കടവും വിഷമവും ഒക്കെ ആവും. അതുകൊണ്ട് ആവശ്യമില്ലാതൊന്നും സംസാരിക്കണ്ട. ഞാൻ എൻ്റെ കാര്യം നോക്കി ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ്. ഞാൻ ആരുടെയും നേരെ പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കാൻ വന്നിട്ടില്ല. പിന്നെ പട്ടിയെപ്പോലെ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് അനാമികയുടെ മുഖത്തേക്ക് നോക്കി നവ്യ ഒരടിയടിച്ചു. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക നവ്യയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്, ആഹാ, നീ എൻ്റെ മുഖത്ത് നോക്കി എന്നെ പട്ടിക്ക് തുല്യമായി സംസാരിക്കാനായി അല്ലേടി? ഇത് ചോദിക്കുമ്പോൾ അങ്ങനെ വിളിക്കേണ്ടി വന്നാൽ ഞാൻ വിളിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ നടക്കുന്ന എൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വരരുത്. അങ്ങനെ വന്നാൽ ഇവിടെ ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന കള്ളത്തരങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്കതൊക്കെ വിളിച്ചു പറയേണ്ടി വരും. ഉടനെ ജാനകി പറയുകയാണ്, എടി, നിനക്ക് ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. നിനക്ക് മാത്രമല്ല, നിന്റെ അനിയത്തിക്കും അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ടി പല കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അനാമിക മോളെ കള്ളിയാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അനാമിക മോളെ പുറത്താക്കാം എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലങ്ങ് വെച്ചാൽ മതി, അത് നടക്കില്ല. ഈ അനന്തപുരി തറവാട്ടിൽ അനാമിക മോൾ എന്നും ഉണ്ടാകും. പക്ഷേ നീയും നിന്റെ അനിയത്തിയും ഈ വീടിൻ്റെ പടിയിറങ്ങി പോകേണ്ടവർ തന്നെയാണ്. നിങ്ങൾ പോയിരിക്കും. ഇത് കേട്ടിട്ട് നവ്യ പറയുകയാണ്, ആഹാ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ. ആരാണ് ഇവിടെ നിന്ന് ജീവിതം പാതി വഴിയാക്കി പടിയിറങ്ങി പോവുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇത് പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് കയറി പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് കോപത്തോടുകൂടി അനാമിക പറയുകയാണ്, കണ്ടില്ലേ അമ്മേ അവരുടെ ഒരു ധിക്കാരവും അഹങ്കാരവും? അവരുടെ അഹങ്കാരമൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാം മോളെ.
ഏടത്തി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. അതെ അമ്മേ, ആശുപത്രിയിൽ ഞാൻ ചെന്നപ്പോൾ വലിയമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു വലിയമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ, വന്നതിന് ശേഷം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന്. അപ്പോൾ ജാനകി അനാമികയോട് പറയുകയാണ്, മോള് സമാധാനമായിരിക്കെ, മോളുടെ കൂട്ടത്തിൽ ഞാനുണ്ട്, മോൾക്കൊരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത് പറഞ്ഞുകൊണ്ട് അനാമികയെ വിളിച്ചുകൊണ്ട് ജാനകി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ആശുപത്രിയിൽ ഡോക്ടർ ജയനുമായി സംസാരിക്കുന്നൊരു കാഴ്ചയാണ്. ദേവയാനി അത്ഭുതകരമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുവെങ്കിലും ശാരീരികമായും മാനസികമായും അവശതയും ക്ഷീണവും ഒക്കെ നല്ല രീതിയിൽ ദേവയാനിയെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ആവശ്യമുണ്ട്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ്, അതെന്തിനാണ് ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ആവശ്യം? അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? അതെ, ഇപ്പോൾ ശാരീരികമായി മാത്രമല്ല, ഈ ഒരു സംഭവത്തോടു കൂടി ദേവയാനി മാനസികമായും കുറച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, മരുമകളുമായി ദേവയാനിക്ക് അല്പമല്ലാത്ത അകൽച്ചയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള താളപ്പിഴകളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഒന്ന് ഉന്മേഷവതിയാക്കി വേണം ദേവയാനി ഇവിടുന്ന് വിടേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചേ പറ്റൂ എന്ന് ഡോക്ടർ പറയുന്നു. ജയൻ ഇത് സമ്മതിച്ചിട്ട് ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ആദർശിൻ്റെയും നയനയുടെയും അരികിലേക്ക് എത്തുകയും ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ ഇരുവരോടും പറയുകയും ചെയ്യുന്നു. ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നയനയ്ക്കൊരു തലച്ചുറ്റൽ അനുഭവപ്പെടുന്നു. അങ്ങനെ നയന അവിടെ തല കറങ്ങി വീഴുകയാണ്. അമ്മായിയമ്മയ്ക്ക് രക്തം കൊടുത്തത് കൊണ്ട് തന്നെ നയന ശാരീരികമായി ക്ഷീണിതയാണ്. കാര്യമായ ആരോഗ്യം നയനയുടെ ശരീരത്തിന് ഇല്ലായിരുന്നു. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ രക്തം കൊടുക്കുക കൂടി ചെയ്തത്. നയനയുടെ ശാരീരിക സ്ഥിതിയെക്കുറിച്ച് ഡോക്ടർ ആദ്യം തന്നെ നയനയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചതാണെങ്കിലും ഡോക്ടറുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അമ്മായിയമ്മയ്ക്ക് രക്തം കൊടുക്കുവാൻ നയന തയ്യാറായതാണ്. അതിൻ്റെയൊക്കെ ക്ഷീണമാണ് ഇപ്പോൾ നയന ബോധരഹിതയായി വീഴുവാൻ കാരണമായി മാറിയത്. എന്തായാലും നയന തലചുറ്റി വീണപ്പോഴേക്കും വലിയ പരിഭ്രമത്തോടുകൂടി ആദർശും ജയനും കൂടി നയനെ താങ്ങിയെടുക്കുകയാണ്. എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകരായ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ദേവയാനി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ നയന ആശുപത്രി കിടക്കയിൽ അഭയം പ്രാപിക്കുകയാണ്. പത്തരമാറ്റ് എന്ന